ഷെയർ മുബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെൻറ്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. അത് ആ ഷെയർ മുബാറക്കും അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗള ഷരീഫിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ജയറാനത്തിൽ നിന്ന് കൈയിൻ്റെ വിരല് ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. 2005 മർക്കസിൽ തിരുകേശമുണ്ട് എന്ന് താങ്കൾ പറയുകയുണ്ടായിട്ടില്ലേ? ഉണ്ട്. അതെവിടെ നിന്നാണ്? അത് വേറെ 2 വഴിക്ക് ലഭിച്ചതുണ്ട്. അത് എവിടെ നിന്ന് വന്നതാണ്? അത് വന്നത് മദീനയിൽ നിന്ന് വന്നത്. അത് എവിടെ നിന്ന് വന്നതാണ്? അത് വന്നത് മദീനയിൽ നിന്ന് വന്നത്. നബീന്റെ ബെർലിന്റെ ഉള്ളിൽ കൂടി വന്ന വെള്ളല്ലേ, ആ വെള്ളവും കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കണേ, ഈ വെള്ളം എവിടെയായിരുന്നു? ഈ 1400 വർഷം ഈ വെള്ളം എവിടെയായിരുന്നു? ചോദിച്ചോ നിങ്ങളുടെ കാന്തപുരത്തോട്. നിങ്ങൾക്ക് മാത്രമാണോ അത് കിട്ടിയത്? ലോകത്ത് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾക്ക് ആര് തന്നു? അവർക്ക് ആര് തന്നു? ഈ വെള്ളം ഒഴുകി കണ്ട സ്വഹാബത്ത് വരെ എത്തുന്ന സെനൽ എവിടെയാണ്? തൊയ്ക്കല്ല ചങ്കൂറ്റമുള്ള അരിയാരം കഴിക്കുന്ന ഒരുത്തനുണ്ടായോ കൂട്ടത്തിൽ? എന്തുമാത്രം വലിയ നുണയാണ് ഈ പൊട്ടിക്കുന്നത്. ഈ നബിയുടെ മുടിയുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? ആ മുടി കൈപ്പറ്റി ആർക്കും കൊടുത്തിട്ടില്ല എന്നല്ല. ആ മുടി ഇട്ടിട്ട് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് സ്വഹാബത്ത്, അവർ അവസാനിച്ചു. പക്ഷെ മുടി ആർക്കും കൊടുത്തിട്ടില്ല. ആ മുടി കഫം ചെയ്യുമ്പോ അവരെ മയ്യത്തിന്റെ കൂടെ ചേർത്ത് വെച്ച് കബറിൽ വെച്ചു. നബിയുടെ ഒരു വടി ഉണ്ടായിരുന്നു ഒരു സ്വഹാബിയുടെ കയ്യിൽ. ആ വടി പോലും അങ്ങോട്ട് നോക്ക്, കഫം ചെയ്യുമ്പോ ശരീരത്തോട് ചേർത്ത് കെട്ടി ഇങ്ങനെ പൊതിഞ്ഞിട്ടാണ് വെച്ച്. പിന്നെ ആ വടി മ്യൂസിയത്തിലെത്തുവോ? പിന്നെ ആ മുടി മ്യൂസിയത്തിലെത്തുവോ? ഇല്ല സുഹൃത്തുക്കളെ, കളവാണ്. കാന്തപുരത്തിന്റെ കയ്യിലൊന്നും അതുണ്ട് നിങ്ങളാരും വിചാരിക്കണ്ട. ഞാൻ ലോകത്ത് വേറെ എല്ലാരെങ്കിലും വേണ്ടേ? അതൊക്കെ വളരണ്ടേ? അതൊക്കെ ഇതുപോലെ ആകണ്ടേ? ഇനി കാന്തപുരത്തിന് ആരാ കൊടുത്ത? അതിന് വല്ല രേഖയുണ്ടോ? നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കാന്തപുരം പറയൂ. ഇത്തവണോ ഇത്തവണ ഒരു വലിയ ഭാഗം കൂടി കിട്ടിയിട്ടുണ്ട്. ചട്ടി കിട്ടിയിട്ടുണ്ട്, പെട്ടി കിട്ടിയിട്ടുണ്ട്, പൊടിയും കിട്ടിയിട്ടുണ്ട്. ഏടുന്ന് മൂപ്പിലാലേ? എവിടുന്നാ കിട്ടിയത്? ആരാ തന്നത്? ആരാ തന്നത്? ജീവിതത്തിൽ കുടിക്കാത്ത മൂത്രയിച്ചക്കാത്ത ഏതോ ബോംബെയിൽ ഇരിക്കുന്ന കള്ളമുടി കൊണ്ടിരിക്കുന്നുണ്ടാവും. അല്ലാതെ ആര് തന്നെ നിങ്ങൾ ചോദിക്കും. ഞാൻ വരാ, സർവ്വ ചെലവും ഞാൻ വഹിക്കാം. എന്റെ കൂടെ വരട്ടെ. മദീനത്തെ ഏത് അതോറിറ്റിയാണ് കൊടുത്തത്? മക്കയിലെ ഏത് ഭരണകൂടം കൊടുത്തത്? അവർ ഞങ്ങളൊന്ന് കാണട്ടെ. ഫുൾ ചെലവിന്റെ വക ധൈര്യമുണ്ടോ കാന്തപുരത്തിന് എന്റെ കൂടെ അയക്കാൻ? ഞാൻ വരണോ? തെളിയിച്ചു കൊടുക്കേ. ഒരാൾ മരിച്ചിട്ടാണെങ്കിൽ ലോകം നന്നാകട്ടെ. ഇല്ല മനുഷ്യരെ, ഇല്ല, കള്ളമാണ്. നിങ്ങൾ ഈ വെല്ലുവിളി ഒരു ക്ലിപ്പായിട്ട് കാന്തപുരത്തിന് അയച്ചു കൊടുക്കി. നിങ്ങൾ വിളിക്കേണ്ട ഉസ്താദെ വെല്ലുവിളിച്ചിട്ട് സൗദിയിൽ ഏത് അതോറിറ്റി ഞങ്ങൾക്ക് തന്നതിന്? അപ്പൊ കാണാൻ മുട്ടുകാല് കൂട്ടിയിടിച്ചിട്ട് മൈത്രയിലല്ല, പിന്നെ ഒരു 200 മൈത്ര ഉണ്ടാക്കി അതിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യില്ലേ?